കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് വേട്ടയിൽ കഞ്ചാവ് വാങ്ങാൻ പണം നൽകിയ വിദ്യാർത്ഥികളെ പ്രതികളാക്കേണ്ടെന്ന് തീരുമാനം. ഇവരെ സാക്ഷികളാക്കാനാണ് നീക്കം. വിദ്യാർത്ഥികൾ 16,000 രൂപയാണ് ഗൂഗിൾ പേ വഴി പ്രതി അനുരാജിന് അയച്ചു നൽകിയത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സുധീഷ് ഗോപാലുണ്ട്. സുധീഷ്, ഇത്തരത്തിൽ നിരവധി കുട്ടികളാണ് ഈ അനുരാജിനടക്കം കഞ്ചാവിനായി പണം നൽകിയിട്ടുള്ളത്. നേരിട്ടും ഗൂഗിൾ പേയിലും ഒക്കെ ആയിട്ടാണ് ഈ കുട്ടികൾ അനുരാജിന് പണം നൽകിയിട്ടുള്ളത്. കൂടാതെ സാങ്കേതിക സർവകലാശാല വിഭാഗം കോളേജിൽ പരിശോധന നടത്തിയിരുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദൃശ്യ കളമശ്ശേരി പോളിടെക്നിക് കോളേജിലെ കഞ്ചാവ് വേട്ടയെ തുടർന്നുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഇതിൽ അന്വേഷണം പുരോഗമിക്കുമ്പോൾ പോലീസ് ഇപ്പോൾ എടുത്തിട്ടുള്ള നിലപാട് ഈ കഞ്ചാവിനായി അനുരാജിന് പണം നൽകിയ വിദ്യാർത്ഥികളെ പ്രതികളാക്കുന്നതിന് പകരം അവരെ സാക്ഷികളാക്കി മുന്നോട്ട് പോവുകയും ഇതിൻ്റെ വിൽപ്പന അടക്കം നടത്തിയവർക്ക് പരമാവധി ശിക്ഷ നേടിക്കൊടുക്കാമെന്നുള്ള ഒരു നിഗമനമാണ് ഇപ്പോൾ പോലീസിനുള്ളത്. ഇതിൻ്റെ ഭാഗമായി കൂടുതൽ ചോദ്യം ചെയ്യലുകൾ വേണ്ടിവരും. അനുരാജിന് മാത്രം ഗൂഗിൾ പേ വഴി 16,000 രൂപ അയച്ചു കൊടുത്തിരുന്നു. ഇതിന് പുറമെ നേരിട്ടും പണം നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ എത്ര രൂപ കിട്ടി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നതിന് പ്രതികളെ വീണ്ടും ചോദ്യം ചെയ്യാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സാങ്കേതിക സർവകലാശാല വിഭാഗം ഇവിടെ പരിശോധന നടത്തി. ജോയിന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലാണ് കോളേജിലെത്തിയ അധ്യാപകരിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും അതോടൊപ്പം തന്നെ ഈ പ്രതികളാക്കപ്പെട്ടവരിൽ നിന്നുമെല്ലാം വിവരങ്ങൾ ശേഖരിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ ഒരു പ്രധാന കണ്ടെത്തൽ എന്ന് പറയുന്നത് ഈ കോളേജ് ഹോസ്റ്റലിലേക്ക് പുറത്തുനിന്ന് ആർക്കും എപ്പോൾ വേണേലും എളുപ്പത്തിൽ കയറാനാവും. ഇത് ഇത്തരം പ്രവർത്തികൾക്ക് വലിയ രീതിയിൽ സഹായകമാകുന്നതാണെന്നതാണ് ഒരു കണ്ടെത്തൽ. അതോടൊപ്പം തന്നെ കോളേജ് അധികൃതർ ഈ വിവരങ്ങൾ 1.5 മാസം മുമ്പ് തന്നെ സർവകലാശാല അധികൃതരെ ഡയറക്ടറെ തന്നെ ധരിപ്പിച്ചിരുന്നു എന്നതാണ് കത്ത് മുഖാന്തരം വ്യക്തമായും ഈ ലഹരി ഉപയോഗം സംബന്ധിച്ച് ധരിപ്പിച്ചിരുന്നു എന്നതും വ്യക്തമാക്കുന്നുണ്ട്. ഇതേസമയം കോളേജിലെ ആഭ്യന്തര അന്വേഷണവും പുരോഗമിക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട 6 പേരാണ് ഇപ്പോൾ റിമാൻഡിലുള്ളത്. അതിൽ 2 പേര് ഇതര സംസ്ഥാന തൊഴിലാളികളും 2 പേര് പൂർവ്വ വിദ്യാർത്ഥികളും 2 പേര് ഇവിടുത്തെ വിദ്യാർത്ഥികളുമാണ്. അതോടൊപ്പം തന്നെ കോളേജിലെ ജനറൽ സെക്രട്ടറി ആയിരുന്ന അഭിരാജിനെയും ഈ കേസിൽ പ്രതിയാക്കപ്പെട്ടിരുന്നു. എന്നാൽ ചെറിയ അളവിലെ കഞ്ചാവ് കണ്ടെത്തിയുള്ളൂ എന്നതുകൊണ്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. ദൃശ്യ കൊച്ചിയിൽ നിന്ന് സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.